ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നൊരു ഗെറ്റ് ടുഗദറിന് പോയൊരു വ്ളോഗാണ്. അപ്പോൾ ഗെറ്റ് ടുഗദറിന് ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സായിട്ട് ഇവിടെ ഉള്ളവരെല്ലാം ഗെറ്റ് ടുഗദറിന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രവാസികളായിട്ട് താമസിക്കുന്നവർക്ക് അറിയായിരിക്കും, പുറം പുറം നാടുകളിലൊക്കെ നമ്മുടെ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ നമ്മൾ മിസ്സ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരായിരിക്കും നമ്മുടെ വീട്ടുകാരും നമ്മുടെ സ്വന്തക്കാരും എല്ലാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ എന്തെങ്കിലും ഒരു വെറുതെ ആണെങ്കിൽ പോലും ഇടയ്ക്കൊരു ഗെറ്റ് ടുഗദർ പോലെ വെച്ച് എല്ലാവരോടും കൂടുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ. പ്രവാസികൾക്ക് ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഒത്തുകൂടലായിരുന്നു ഞങ്ങളുടേതും ഇന്ന് നടന്നത്. അപ്പോൾ ഇതൊരു സാറ്റർഡേ ആണ് നമ്മൾ ഗെറ്റ് ടുഗദർ വെച്ചത്. അതിൽ ഏറ്റവും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലെ ഏറ്റവും മുതിർന്ന ഒരു ആൻറ്റി അങ്കിളും ആയിരുന്നു ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻറ്റിയുടെ പേര് സുധ ആൻറ്റി, അങ്കിളുടെ പേര് മോഹൻ അങ്കിൾ. അപ്പോൾ നമ്മുടെ ആ ഫാമിലി ഒരു ഫ്രണ്ട്സിൽ ഏറ്റവും മുതിർന്ന ഒരു അച്ഛൻ അമ്മ സ്ഥാനത്ത് നിൽക്കുന്ന 2 പേരാണ്. വളരെ കൈൻഡ്ഫുള്ളാണ്, നല്ല സ്നേഹമാണ്, നമ്മളെയൊക്കെ സ്വന്തം മക്കളെ പോലെയാണ് അവർ കാണുന്നതും ഒക്കെ. അപ്പം അവിടെ എല്ലാവരും ഒത്തുകൂടുന്നത് നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് അറിയുന്നത് അങ്കിളുടെ ബർത്ത്ഡേ ആയിരുന്നു തൊട്ട് പിറ്റേ ദിവസം. പക്ഷേ അതൊന്നും വെച്ചിട്ടല്ല അങ്കിൾ വിളിച്ചത്. പക്ഷേ നമ്മളെല്ലാവരും നന്നായിട്ട് നല്ലൊരു സമയം സ്പെൻഡ് ചെയ്തു അവിടെ. കുട്ടികളെല്ലാം നന്നായിട്ട് പുറത്തൊക്കെ നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല നല്ല ഭക്ഷണങ്ങൾ ആൻറ്റി സ്വന്തമായിട്ട് തന്നെ വെച്ച് എല്ലാവർക്കും വിളമ്പുന്നുണ്ടായിരുന്നു. ആദ്യം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു, അതിനുശേഷം നമ്മൾ കഴിച്ചു. അങ്ങനെയൊക്കെ അങ്ങ് പോയി. കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് അവർക്കും നല്ലൊരു സന്തോഷമായിരുന്നു എല്ലാവരോടും ഒത്തുകൂടിയപ്പോൾ. നമ്മുടെ അങ്ങനെ നല്ലൊരു ഹാപ്പി ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒത്തുകൂടാറുണ്ടോ? ഈ വ്ളോഗ് കാണുന്ന ആൾക്കാർ, പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ മിസ് ചെയ്യാറുണ്ടോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.